അയ്യോ ഒന്നാം തരം ബീഫ് ഒലത്തിയത്. ചാച്ചപ്പ എന്തിനാണ് വന്നത്? ഞാൻ ചത്തെന്നറിയാം. അന്നേരത്തെ സാഹചര്യം എന്നെ പാതാളത്തിൽ തള്ളിയിട്ടിട്ട് നീയൊക്കെ രക്ഷപ്പെട്ടില്ലടാ. അയ്യോ അങ്ങനെ പറയല്ലേ, ഞാൻ ഇവനെ പറഞ്ഞു വിട്ടല്ലോ. ഇവനെ പറഞ്ഞു വിട്ട കഥ നീ പറയണ്ട. ക്ഷമിക്ക് ചാച്ചപ്പ, നമ്മുടെ മോനല്ലേ. എന്ത് ക്ഷമിക്കാൻ? നിനക്കൊക്കെ ഞാൻ എന്തോരം കള്ളു വാങ്ങി തന്നിട്ടുണ്ടാ. നന്ദി വേണം. എനിക്കല്ലല്ല, ഒരാവശ്യം വന്നപ്പോ കട്ടയ്ക്ക് കൂടെയ്ക്കുന്ന വിചാരിച്ചു. ഞങ്ങളുടെ തടിയും കൂടെ നോക്കണ്ടേ? സാരമില്ല ചാച്ചപ്പ, തടിക്കേടില്ലാതെ ഇറങ്ങിയല്ല. നീ മിണ്ടരുത്. നീ എന്നെ കുറിച്ച് എന്താടാ പോലീസിനോട് പറഞ്ഞത്? പരിചയത്തിലൊരാളെന്നല്ലേ. ഞാൻ നിന്റെ ആശാനെന്ന് പറയാൻ നിനക്ക് എന്താടാ മനക്കേട്? പറയടാ. അത് ശരി, നിനക്ക് നാണക്കേടാണോടാ? ചാച്ചിപ്പ അത്രയ്ക്ക് മോശമാണോടാ? എന്തായാലും നീ ആ പറഞ്ഞത് ശരിയായില്ല. എടാബിയെ, നീ അങ്ങനൊക്കെ പറഞ്ഞല്ലേ. നമ്മുടെ ചാച്ചപ്പൻ ചേട്ടൻ നിനക്ക് പരിചയക്കാരനല്ലേ. ഞാൻ അത്രയ്ക്കൊന്നും പ്രതീക്ഷിച്ചില്ലടാ. ആഹാ, ഇപ്പൊ എല്ലാം കൂടെ എന്റെ തലയിലായ. ചാച്ചപ്പ ഇതങ്ങ് പിടിച്ച. ഞങ്ങള് ചാച്ചപ്പനെ തള്ളി കളയോ? പിന്നെ ഞങ്ങൾക്ക് ആരാ ഉള്ളത്? നീയൊക്കെ എന്റെ വീക്ക്നെസ്സിലാ പിടിക്കണേ. ഈ ബീഫിലാണ് എന്നെ വീഴ്ച. അനിയെ കുമ്പളങ്ങിയിലെ അമ്മായിയുടെ മോളുടെ പൗത്യസ് വിളിച്ചിട്ടില്ലേ? അമ്മച്ചി ആരാണ്ടൊക്കെ വന്നേക്കണ്. എന്തിനാണെന്ന് ചോദിക്കടി. പിരിവാണെങ്കിൽ പിന്നെ വരാൻ പറ. പിരിവുകാരല്ല, പഴയ പരിചയക്കാരാ. ഇതെന്നാ മീൻ പുഴവറ്റയാണോ? അയിലയാ, കണ്ടാലറിഞ്ഞൂടെ? ചെറുക്കനെന്ത്? വർക്ക്ഷോപ്പില്. ഈ ഫോട്ടോ ഒന്ന് നോക്കിയേ. ഇത് ഗീവറു, ഇത് ഞാനാ, ഇത് സാറാ, നിന്റെ അമ്മയാ. അപ്പനമ്മയും ചവിട്ടുനാട പ്രേമിക്കുന്നത് അതറിയാവോ മോക്ക്? കാറൽസ്മാൻ ചരിതം. അതിന്റെ ഫോട്ടോ ഒക്കെ സാറുടെ ഉണ്ടാവുമല്ലോ അല്ലേ? അതൊക്കെ ഞാൻ പണ്ടേ കീറിക്കളഞ്ഞു. ഞങ്ങളെല്ലാം കൂടി നമ്മുടെ പഴയ യുവജന ചവിട്ടുനാടക കലാസമിതി ഒന്നുകൂടെ പുനരുജ്ജീവിപ്പിക്കാനുള്ള ശ്രമത്തിലാണ്. കാറൽസ്മാൻ ഒന്നുകൂടെ കളിക്കണം. അതിൽ സാറ വേണം രാജ്ഞിയായിട്ട് തട്ടേ കയറാൻ. ഞാനില്ലേ, മാറി. അമ്മച്ചീനെ ഞങ്ങള് സമ്മതിപ്പിച്ചോളാം. അപ്പച്ചൻ പോയ പിന്നെ അമ്മച്ചി ഇങ്ങനെയാ. ആണോ? ആ, ഇതൊക്കെ ഒന്ന് മാറ്റിയെടുക്കാൻ ഞാനും ചേട്ടായി ഒരുപാട് ശ്രമിച്ചതാ. നിങ്ങൾ ബാക്കിയൊക്കെ നോക്കിക്കോ, അമ്മച്ചി വരും. ശരി മോളെ, വാ. ആ ചെറുക്കനെ ഞാനൊന്ന് വഴിയിലിട്ട് വളഞ്ഞായിരുന്നു. അവൻ നമ്മുടെ കൂടെ നിൽക്കും. ആ പെങ്കൊച്ചി മിടിക്കുക. അത് പിന്നെ കലാരക്തല്ലേ. അതെ അതെ. കണ്ണമാലി സെന്റ് ജോസഫ് പള്ളി തിരുനാളിനോടനുബന്ധിച്ച് 20 ഒക്ടോബർ 1997 രാത്രി 8-ന് യുവജന ചവിട്ടുനാടക കലാസമിതി ഗോത്തുരുത്ത് അവതരിപ്പിക്കുന്ന കാറൽസ്മാൻ ചരിതം സംഗീത ചവിട്ടുനാടകം. രംഗത്ത് ഗീ വർഗീസ്, ഹെഡി അപ്പച്ചൻ, സെബാൻ, ഈശി, കുഞ്ഞീശോ, ലോനപ്പൻ, സാറ, ഹെഡി അമ്മച്ചിയുണ്ടടി. എല്ലാം അന്നേ കത്തിച്ച് കളയേണ്ടതായിരുന്നു. മെരിങ്ങൺ ലക്ഷണം കാണില്ലല്ലോടി. അതൊക്കെ ശരിയാവുന്നേ. പണി പാളിയാ പോലീസിനെ പണി വരും. എന്റെ ചേട്ടാവും അടങ്ങ്. അമ്മച്ചി നാടകം കളിക്കും, നോക്കിക്കോ.
കൊള്ളാം. സാറ വന്നല്ലോ. വാ. വാ, വാ. എത്രയായി ചേട്ടാ? 50. കേറി വാ. പിള്ളേര് നിർബന്ധിച്ചതുകൊണ്ടാണ്. അത് പിന്നെ കലാബോധമുള്ള പിള്ളേരല്ലേ അല്ലേടാ? ആ അതെ. വാ. ആശാൻ അറിയാലോ അല്ലേ? തമ്പി ആശാൻ. നമസ്കാരം. ദി ഷാജൻ, ദി ജോൺസൺ. ആശാൻ എന്താ പിന്നെ തുറന്നു? എന്നാ പിന്നെ നമുക്ക് ആ ഫ്ലോറിഫിസിനെ നോക്കാം അല്ലേ? ശരി, വാ തുടങ്ങാം. മ്യൂസിക്. സാനിയ, ഒരുപാട് സ്വപ്നങ്ങളുണ്ട് എനിക്ക്. അതെല്ലാം യാഥാർത്ഥ്യമാക്കാനുള്ള ശ്രമങ്ങളാണ് എൻ്റെ ജീവിതം. ഈ ലോകത്ത് ഞാൻ ഏറ്റവും വെറുക്കുന്ന മരണത്തെ. നീയുള്ള ഈ ലോകത്തിലെ സന്തോഷങ്ങളിൽ നിന്ന് വിട്ടുപോകുന്നതാ എനിക്ക് ഏറ്റവും സങ്കടകരമായ കാര്യം.